ഹലോ, ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് ചിന്നുഷയാണ്. ആളുടെ റിസപ്ഷൻ മേക്ക് ഓവർ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബ്രൈഡിനോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെ വേണമെന്ന്. കുറച്ച് ഹുഡഡ് ആയതുകൊണ്ടേ ഇവിടെ കുറച്ച് സ്മോക്കി വിങ്സ് ചെറുതായിട്ട് കൊടുക്കാം, ഗ്ലിറ്ററി കൊടുക്കാം. പിന്നെ കുറച്ച് കവറിങ്. സ്കിൻ ടോൺ വല്ലതും ചേഞ്ച് ചെയ്യണോ അതോ? നേരത്തെ എനിക്ക് ഈ ഇതും കളറും ചെറുതല്ല ഒരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ചെക്ക് ചെയ്യണം, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കുറച്ചൊരു ലൈറ്ററാണ്, ഈ ഷെയ്ഡിലേക്ക് നമുക്ക് ഫേസ് ആക്കി എടുത്താൽ മതി. ഒരുപാട് വൈറ്റിഷ് ആയിട്ട് നിൽക്കാതെ, ബട്ട് ഇതായിട്ട് മാച്ച് ചെയ്താൽ മതി. ചെയ്യാം. ബ്രൈഡിൻ്റെ ഇഷ്ടം പോലെ തന്നെ ഒരു സ്മോക്കി ഔട്ടായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്തത്. നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. ഹുഡഡ് ഐസ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് നമ്മൾ ബ്രൈഡിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫേസ് മേക്കപ്പ്. നെക്കിനോട് സിമിലർ ആയിട്ടുള്ളൊരു സ്കിൻ ടോണാണ് നമ്മൾ ഫേസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അല്ല, ഞാൻ ഫോണിലെ ഹെയർ സ്റ്റൈലിൽ നമ്മളൊരു സൈഡ് പാർട്ടീഷനാണ് കൊടുത്തത്. കാരണം ഇതിന് മുമ്പുള്ള ഫംഗ്ഷനിലെല്ലാം തന്നെ ബ്രൈഡ് ബാക്കിലേക്കുള്ള ഹെയർ സ്റ്റൈലായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മളൊരു സൈഡ് പാർട്ടീഷനായിരുന്നു കൊടുത്തത്. സോ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഐസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഫീച്ചേഴ്സൊക്കെ കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു. നല്ലൊരു ജ്വല്ലറി, അതേപോലെ തന്നെ അടിപൊളി ഒരു ലെഹങ്കയായിരുന്നു ആൾ വെയർ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഹെയർ സ്റ്റൈലിൻ്റെ ബാക്ക് പോർഷൻ. ചെറിയൊരു ഹെയർ ആക്സസറി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബ്രൈഡിൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടേക്ക് കെയർ.